ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളൊരു പുതിയ വീഡിയോ ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ക്രിസ്മസ് കാലം സമീപിച്ചിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ച ഡിസംബർ 2024 8-ാം തീയതിയാണ്. വൈകുന്നേരം ഇവിടെ നിന്ന് ഒരു കാർണിവൽ പുറപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ഈ കാർണിവൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക ചർച്ചുകളുടെ പല പല ഗ്രൂപ്പുകൾ ചേർന്നാണ് ഈ കാർണിവൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ജർമ്മനിയിലെ ഒരു ബിഷപ്പാണ് സാന്താക്ലോസ്. ആ സാന്താക്ലോസ് എല്ലാ വർഷവും ഓരോ വീടുകളിലും വിസിറ്റിംഗ് ചെയ്യും, സ്വീറ്റ്സ് നൽകും, മിഠായി നൽകും, ചോക്ലേറ്റ് നൽകും. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പപ്പാഞ്ഞി എന്നറിയപ്പെടുന്ന നമ്മുടെ സാന്താക്ലോസ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇവിടെ ആദ്യമായി ഒരു ഗ്രൂപ്പിന്റെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ചട്ടയും മുണ്ടും ധരിച്ചവർ, നമുക്കറിയാം ഡച്ചുകാരാണ് ചട്ടയും മുണ്ടും ധരിച്ചിരുന്നവർ. ആ ഡച്ചുകാരുടെ പിൻതലമുറക്കാരാണ് നമ്മുടെ കേരളത്തിലെ ചട്ടയും മുണ്ടും ധരിക്കുന്ന ക്രിസ്ത്യാനികൾ. നസ്രാണികൾ എന്നാണ് ഇവരെ വിളിക്കുന്നത്. പഴയ ഡച്ചുകാരുടെ ഓർമ്മയ്ക്കായിട്ട് ഇന്നും ഏതാനും ചില വീടുകളിൽ മാത്രം ഈ ചട്ടയും മുണ്ടുമായിട്ട് ചില അമ്മമാര് മാത്രം ഒതുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് പോർച്ചുഗീസ് സ്റ്റൈല് വേഷമാണ് ഈ സാരി ഉടുത്തിരിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ വേഷമാണ് വെള്ളമുണ്ടും വെള്ള ഷർട്ടും. അങ്ങനെ ഇന്ത്യയിലും നമ്മുടെ വിദേശ ആധിപത്യത്തിൻ്റെ വിദേശ വസ്ത്രങ്ങളെല്ലാം വന്നുകൂടിയത് ഓരോ രീതിയിലാണ്. ഇത് മാർഗംകളിയാണ്. ഇത് പോർച്ചുഗീസുകാരുടെ വസ്ത്രധാരണ രീതിയാണ്. വിദേശ വെള്ളക്കാരായ പോർച്ചുഗീസുകാരുടെ വസ്ത്രരീതിയാണ്. അവരാണ് മാർഗംകളി എന്ന് പറയുന്ന രീതിയിൽ കലാരൂപങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. ചട്ടയും മുണ്ടും കൊടുത്തും മാർഗംകളി കളിക്കാറുണ്ട്. ഇതേ വസ്ത്രമണിഞ്ഞും മാർഗംകളി കളിക്കാറുണ്ട്. ഇത് ഔസേപ്പും മേരിയും ശിശുവുമായിട്ട് കടന്നു പോകുന്ന ഒരു സ്റ്റാച്ചു ആണ്. ആ വാഹനത്തിൽ ക്രിസ്മസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മാലാഖയുമുണ്ട്, യേശു ക്രിസ്തുവുണ്ട്, കുഞ്ഞുയേശു, ഉണ്ണിയേശു ഉണ്ട്, അതേപോലെ യോസേഫും മേരിയും ഉണ്ട്, അതേപോലെ 3 പൂജരാജാക്കന്മാരുണ്ട്, അതേപോലെ ആട്ടിടയന്മാരുണ്ട്. അങ്ങനെ ഒരു വാഹനം കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ കുട്ടികളുടെ ഫാൻസി ഡ്രസ്സ് പ്രകടനമാണ് കാണുന്നത്. കുട്ടികളും മുതിർന്നവരുമെല്ലാം. ഇതെല്ലാം ബ്രിട്ടീഷ് കാലത്തുള്ള അവരുടെ കുടുംബത്തിലെ ബ്രിട്ടീഷുകാരുടെ വസ്ത്രധാരണ രീതിയാണ്. ചട്ടയും മുണ്ടും ഒരു ഷോളും ധരിക്കുന്ന ഒരു രീതി ബ്രിട്ടീഷുകാരുടെ കുടുംബത്തിലെ മുതിർന്ന അമ്മമാർ ധരിക്കുന്ന ഒരു ഇതാണ്. ആ ഷോളിൽ കുത്തുന്ന ഒരു ഷോൾ പിന്നെയും കാണും. അല്ലെങ്കിൽ മാറത്ത് ഒരു ഡിസൈനുള്ള ഒരു ഷോൾ പിന്നും ധരിക്കുന്ന പതിവും ബ്രിട്ടീഷുകാർക്കുണ്ട്. അങ്ങനെ ഓരോരോ പഴയകാല ചരിത്രത്തിൻ്റെ പ്രസക്തി വിളിച്ച് ഓതിക്കൊണ്ടാണ് ഓരോരോ വസ്ത്രധാരണ രീതികളും കാലം മായ്ച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വസ്ത്രധാരണ രീതികളെല്ലാം ഇവർ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ അടുത്ത ഗ്രൂപ്പുകാർ, ഇത് അടുത്ത ചർച്ചുകാരുടെ ഗ്രൂപ്പുകാരാണ്. അങ്ങനെ 8-9 ഗ്രൂപ്പുകാരാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഗ്രൂപ്പുകാരുടെ സെക്ഷൻ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കാണുന്നത് സത്രത്തിൽ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ യോസേഫും പൂർണ്ണഗർഭിണിയായ മേരിയും അങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ
ഇപ്പോൾ ഇതിലെല്ലാം പാട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കോപ്പിറൈറ്റിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് പാട്ടിന്റെ എല്ലാം ശബ്ദം ഓഫ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതുകൊണ്ട് പാട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ശബ്ദമില്ലാത്തത്. പാട്ടില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഈ ശബ്ദം കേൾപ്പിച്ചു തരാം. അങ്ങനെ അടുത്ത ഗ്രൂപ്പ് വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള വസ്ത്രധാരണ രീതികളാണ്. ബ്രിട്ടീഷുകാരുടെ കുടുംബത്തിലെ മുതിർന്ന അമ്മമാർ ധരിക്കുന്ന വസ്ത്രധാരണ രീതികളാണ് ഈ കാണപ്പെടുന്നത്. ചട്ടയും മുണ്ടും ഒരു നാടൻ എന്ന് പറയും ഷോള്, അത് ധരിച്ചുകൊണ്ടാണ്. അത് പൊൻകച്ചയാണ്, എന്നുവെച്ചാൽ കസവ് കൊണ്ടുള്ള വസ്ത്രമാണ് അവർ ധരിക്കുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ, അതായത് ആംഗ്ലോ ഇന്ത്യൻസ്, ഇംഗ്ലീഷ് ഇന്ത്യൻസ്, അതാണ് ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഇന്ത്യൻസ്, അതായത് ബ്രിട്ടീഷുകാരുടെ ബാക്കിയുള്ളവരെല്ലാം അവര് ഒരു കുട്ടിയുടുപ്പ് പോലത്തെ ഒരു നൈറ്റിയാണ് ഉടുക്കാറ്. മുട്ടുവരെ ഇറക്കമുള്ള ഒരു നൈറ്റി പോലെയുള്ള വസ്ത്രധാരണ രീതികളാണ് മറ്റുള്ള പെൺകുട്ടികളെല്ലാം ധരിക്കുന്നത്. ആണുങ്ങളെല്ലാം അവർ പാൻറ്റും ഷർട്ടും ധരിക്കാറുമുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ അല്ല, അത് ഫ്രഞ്ച് രീതിയാണ് പാൻറ്റും ഷർട്ടും. അത് ബ്രിട്ടീഷുകാർ പട്ടാളത്തിൽ അവരുടെ യൂണിഫോമായിട്ട് ബ്രിട്ടീഷ് പട്ടാളത്തിൽ പാൻറ് ഷർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നീട് ഫ്രഞ്ച് സ്റ്റൈലിലേക്കുള്ള പാൻറ് ഷർട്ടും എല്ലാം പിന്നീട് വന്നതാണ്. ഈ കാണുന്ന രീതിയിലുള്ള പല പല വസ്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം. മുട്ടുവരെ ഇറക്കമുള്ള നൈറ്റി പോലെയുള്ള ഒരു വസ്ത്രമാണ് അവർ ഉടുക്കാറ്. ഇതെല്ലാം ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഡച്ച് രീതിയിലുള്ള വസ്ത്രധാരണങ്ങളെല്ലാം മിക്സ് ചെയ്താണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പഴയകാലത്തിലെ നസ്രാണികൾ എന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനികളെ അവരുടെ വസ്ത്രധാരണ രീതികളെല്ലാം വിളിച്ചോതിക്കൊണ്ടാണ് ഈ കാർണിവലിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ കണ്ടാൽ നമുക്കിത് കാര്യം മനസ്സിലാകത്തില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയാലേ ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും വിവരിച്ചു പറയുന്നത്. അതേപോലെ പൈജാമയും ജുബായും ധരിക്കുന്നത് ഇത് ചവിട്ട് നാടകമാണ്. നിങ്ങളെല്ലാം ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല. ഇതെല്ലാം മൺമറഞ്ഞു പോയ ഒരു 40-50 വർഷം മുമ്പ് കേരളത്തിൽ എല്ലായിടത്തും ഒരു പ്രസിദ്ധി ആർജിച്ച ഒരു ഡച്ച് കലാരൂപമാണ് ഈ ചവിട്ട് നാടകം. രാജാക്കന്മാരുടെ കോപത്തെയും അവരുടെ യുദ്ധത്തെയും എല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു നാടക കലാരൂപമാണ് ചവിട്ട് നാടകം. ഇതെല്ലാം റോമിലെ ഭടയാളികളും അവരുടെ രീതികളുമൊക്കെയാണ് ഈ കടന്നു പോകുന്നത്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലെ തനി നാടൻ സ്റ്റൈലിലുള്ള വസ്ത്രധാരണ രീതിയാണ് ഈ കാണപ്പെടുന്നത്. ചുരിദാർ എന്ന് പറയുന്നത് അത് വടക്കേ ഇന്ത്യയിലായിരുന്നു. അത് ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പാണ് ചുരിദാർ കേരളത്തിലേക്കും വ്യാപിച്ചത്. അതിനു മുമ്പ് പാവാടയും പുറകിൽ പിന്നുള്ള ബ്ലൗസും ഒക്കെ ആയിരുന്നു പെൺകുട്ടികൾ ധരിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് മുമ്പിൽ പിന്നുള്ള ബ്ലൗസായി മാറി. പിന്നീട് അത് ചുരിദാറും പല പല പാൻറ് ഷർട്ടും ജീൻസും എല്ലാമായി മാറി. ഇപ്പോൾ ഒരു ഫോറിൻ നിലവാരത്തിലേക്ക് നമ്മുടെ കേരളവും മാറിയിരിക്കുന്നു. ഇത് അടുത്തതായിട്ട് ഒരു സ്റ്റാച്ചു. ഇത് കഴുതയുടെ മുകളിൽ മാതാവ്, അതായത് മറിയം ഇരുന്ന് യാത്ര ചെയ്യുന്ന സീനാണ്. ബത്ലഹേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയാണ് മറിയവും യോസേഫും. പൂർണ്ണഗർഭിണിയായ മറിയവും യോസേഫും കഴുതപ്പുറത്ത് ബത്ലഹേമിലേക്കുള്ള യാത്രയാണ് ഈ സ്റ്റാച്ചു ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടാബ്ലോ. നമുക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടി അവരെല്ലാം നല്ല സഹകരിച്ച് വാഹനങ്ങളെല്ലാം നിർത്തിയൊക്കെ തരുന്നുണ്ട്. അതേപോലെ അടുത്ത കലാരൂപമാണ് ഈ കടന്നു വരുന്നത്. ഈ കൊട്ടും ഈ ബാൻഡ് സെറ്റെല്ലാം ഇത് തമിഴ്നാട് സ്റ്റൈലാണ്, കേരളത്തിലുള്ള സ്റ്റൈലല്ല. ഇപ്പോൾ സൗകര്യാർത്ഥം
ഇതിപ്പോൾ കേരളത്തിലും ഇത് ആഘോഷമായി മാറി. ഇതാണ് നമ്മുടെ സാന്താക്ലോസ്. സാന്താക്ലോസിൻ്റെ ഒറിജിനലുള്ള വസ്ത്രധാരണ രീതിയാണ്. പിന്നെ കുറേ കുഞ്ഞു മാലാഖമാരും നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ കുട്ടികളും പപ്പാഞ്ഞി എന്നറിയപ്പെടുന്ന സാന്താക്ലോസിൻ്റെ വസ്ത്രം ധരിച്ചിട്ട് ക്രിസ്മസ് കരോൾ കളിച്ചുകൊണ്ട് അവരും മെല്ലെ മന്ദം നടന്ന് നീങ്ങുകയാണ്. പിള്ളേരെല്ലാം നല്ല വികൃതിയെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാവരും ഒച്ചപ്പാടും ബഹളവും കൂക്കുവിളിയൊക്കെയാണ്. അതുകൊണ്ട് ആ ശബ്ദവുമെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു സന്തോഷവും നല്ലൊരു ഉത്സാഹവുമാണ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. അങ്ങനെ ഓരോ ഗ്രൂപ്പുകാരും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ വാഹനത്തിൻ്റെ പിന്നിലും ഓരോ ചർച്ചിലെ ഗ്രൂപ്പുകാരാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് നോക്കാം. ഇതാണ് മാർഗം കളി എന്നറിയപ്പെടുന്ന ചട്ടയും മുണ്ടും ധരിച്ചുള്ള മാർഗം കളി. ആ മാർഗം കളി നമുക്കിപ്പോൾ ഇവിടെ വീക്ഷിക്കാവുന്നതാണ്. ഇതാണ് പഴയകാല ഡച്ചുകാരുടെ പ്രധാന വിനോദമായ മാർഗം കളി. ഇത് വിവാഹ ചടങ്ങുകളിലും അതേപോലെ വീട്ടിലെ പ്രധാനപ്പെട്ട നല്ല ചടങ്ങുകൾക്കെല്ലാം ഡച്ചുകാരുടെ ഒരു പ്രധാന വിനോദമാണ്. വിരുന്നിന് വരുന്ന എല്ലാവരും ചേർന്ന് ഇതേപോലെ മാർഗം കളി. ഇതാണ് മാർഗം കളി. അവർ കാതിൽ വളയുമെല്ലാം ഇട്ട് മേക്കാമോതിരം എന്നാണ് അതിന് പേര്. അതെന്ന് വെച്ചാൽ കാതിൻ്റെ ചെവിയുടെ മുകൾ ഭാഗത്ത് തുളയിട്ടിട്ട് അവിടെയാണ് ഈ കമ്മൽ ഇത് ധരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിന് മേക്കാമോതിരം എന്നാണ് പറയുന്നത്. അരപ്പവന്റെ സ്വർണത്തിൽ അരക്ക് കൊണ്ടാണ് ഈ മേക്കാമോതിരം ഉണ്ടാക്കുന്നത്. വലിയ ഭാരമൊന്നുമില്ല. പിന്നെ മേക്കാമോതിരം ധരിച്ച് ചെവി ഇങ്ങനെ തൂങ്ങി വലിയ തുളയായിട്ടൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ആ ഫാഷൻ എല്ലാം മാറി എല്ലാവരും സാധാരണ കമ്മലൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നു. പഴയകാല വസ്ത്രധാരണ രീതികളെല്ലാം എല്ലാവരും മാറ്റി ഇന്നത്തെ പോലെ ഇപ്പോൾ എല്ലാവരും ചുരിദാർ എന്നൊരു വസ്ത്രധാരണ രീതിയിലേക്ക് മാറി. പിന്നെ അല്പം കൂടി മോടിയുള്ള ഫാഷനായിട്ടുള്ള പെൺകുട്ടികളും എല്ലാം ഇപ്പോൾ ജീൻസും പാൻറ്റും ഷർട്ടും ലെഗിൻസും എല്ലാം ധരിച്ചാണ് ഇന്നത്തെ നടപ്പ്. പഴയകാല വസ്ത്രധാരണ രീതികളെല്ലാം ഇന്ന് ഇതേപോലെയുള്ള കരോളുകളിലും ക്രിസ്മസ് റാലികളിലുമൊക്കെ നമുക്ക് ഇന്നിപ്പോൾ കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സ്കൂൾ കലാകായിക മത്സരങ്ങളിലും നമുക്ക് ഇതൊക്കെ ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. ഇത് അടുത്ത ഗ്രൂപ്പുകാരാണ്. ഇവരുടെ കലാരൂപങ്ങൾ നമുക്ക് വീക്ഷിക്കാം. ഇതിലെല്ലാം പാട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് ആകും. അതുകൊണ്ട് പാട്ടിന്റെ സൗണ്ട് എല്ലാം ഓഫ് ചെയ്താണ് എന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. അടുത്ത കലാരൂപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോസഫും മേരിയും വഴിയമ്പലത്തിൽ, അതായത് സത്രത്തിൽ ഇടം ചോദിച്ച് വരുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ ഇടമില്ല, പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ ആട്ടി ഓടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു കലാരൂപമാണ്, ഒരു ടാബ്ലോ സ്റ്റാച്ചു ആണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പെൺകുട്ടികളുടെയും മറ്റുള്ള കുട്ടികളുടെയും സാന്താക്ലോസിന്റെ വസ്ത്രം ധരിച്ചുള്ള അവരുടെ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് അവരും അണിയണിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല മനോഹരമായിട്ട് എല്ലാ കലാരൂപങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ദൂരം നടക്കാനുള്ളത് കൊണ്ട് ഇവരെല്ലാം അല്പം ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും എല്ലാവരും നല്ല ഉത്സാഹത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം നല്ലപോലെ നിയന്ത്രിച്ചാണ് പോകുന്നത്. ഇതും ചട്ടയും കൊണ്ടും ധരിച്ചിട്ടുള്ള ഡച്ച് പോർച്ചുഗീസ് കലാരൂപമാണ്. ചട്ടയും മുണ്ടും നാടനും, പുറകില് മുണ്ടിന് ഞൊറിയുണ്ട്, വാലുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ചട്ടയും മുണ്ടും
എടുത്ത് ഒരു നാടനും പുതച്ചിട്ടാണ്, അതായത് ഇന്ന് മുണ്ടും നേരിയതും എന്നൊക്കെ പറയുന്ന പോലെ ഒരു വസ്ത്രമാണിത്. കസവ് കൊണ്ടാണ്, അതുകൊണ്ട് ഇതിന് അല്പം വിലയുള്ളതാണ്. ആ നാടൻ ധരിച്ച് അവർ പോവുകയാണ്. ഇതില് പോർച്ചുഗീസുകാരുടെ പ്രാർത്ഥനയാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവര് ബൈബിളെല്ലാം പിടിച്ച് അവര് നന്മ നിറഞ്ഞ മറിയത്തിന്റെ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടുത്ത ഗ്രൂപ്പുകാരാണ്. ഈ കലാരൂപത്തെ നമുക്ക് നോക്കാം. ഇതിലൂടെ കടന്നു പോകുന്നത് ഇത് തന്നെ വഴിയമ്പലത്തില് സ്ഥലമില്ലാതെ അവര് ഇടം ചോദിച്ച് ചെല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. ജോസഫും മേരിയും അവർ സത്രത്തില്, അതായത് ലോഡ്ജ്, അന്തി പാർക്കാനായിട്ട് രാപ്പാർക്കാനായിട്ട് ഇടമന്വേഷിച്ച് ചെല്ലുന്നതാണ്. ഒരു സായിപ്പും മദാമയും അതിൻ്റെ ഇടയിൽ ഉണ്ട്. അതേപോലെ മറ്റു പല കുട്ടികളുടെ കലാരൂപങ്ങളും ഒരു കുഞ്ഞു മാലാഹയും ഒക്കെ അതിനിടയിലുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സാന്താക്ലോസുകളും നിരനിരയായിട്ട് അവരും അണിനിരന്നിട്ടുണ്ട്. അതേപോലെ ചട്ടയും മുണ്ടും കൊടുത്ത് അവരും കൊട്ടിനനുസരിച്ച് നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവരും അവരുടെ കഴിവുകളെല്ലാം പ്രദർശിപ്പിക്കുന്നുണ്ട്. അവരും അതിനൂതനമായ രീതിയിലാണ് അവരുടെയും കലാരൂപങ്ങളും കാഴ്ചകളും എല്ലാം നമുക്ക് സമർപ്പിക്കുന്നത്. അവരെല്ലാം നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. കാണുന്ന നമുക്കും ഇതൊരു ഉത്സാഹമാണ്. അങ്ങനെ ആ വാഹനങ്ങളും എല്ലാം കടത്തിവിടുന്നുണ്ട്. യാത്രക്കാർക്ക് ശല്യമില്ലാത്ത രീതിയിൽ വാഹനങ്ങളെല്ലാം കടത്തിവിട്ടിട്ടുണ്ട്. അതുപോലെ പോലീസുമൊക്കെ വഴികളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് 3 രാജാക്കന്മാര് യേശുവിനെ കുന്തിരകവും പൊന്നും മീറയുമായിട്ട് കാഴ്ച വസ്തുവായിട്ട് യേശുവിനെ കാണാൻ വന്നിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരാട്ടിടയിൽ നിൽപ്പുണ്ട്. അതേപോലെ യോസെഫും മേരിയും യേശുവുമായിട്ട് ബെത്ലഹേം എന്ന നഗരിയിൽ പാതിരാക്ക് പുൽത്തൊഴുത്തിൽ ഇരിക്കുന്ന കാഴ്ചയാണ്. പൂജരാജാക്കന്മാരും വന്ന് യേശുവിന് കാഴ്ചദ്രവ്യങ്ങളെല്ലാം കാഴ്ചവെക്കുന്ന ഒരു സ്റ്റാച്ചുവാണ്, ടാബ്ലോയാണ് ഈ കടന്നുപോയത്. ഇതും കുഞ്ഞുങ്ങളുടെ സാന്താക്ലോസിന്റെ വസ്ത്രം ധരിച്ചുള്ള അവരുടെ പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഇതിനകത്തുമുണ്ട് പഴയ ഡച്ച്, പോർട്ടുഗീസ്, ഫ്രഞ്ച് ആധിപത്യങ്ങളെല്ലാം ഇതിനകത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ നസ്രാണികൾ എന്ന് അറിയപ്പെടുന്നവരെല്ലാം അവർ ഇന്ത്യക്കാരല്ല, അവരെല്ലാം വിദേശികളാണ്. പിന്നെ ബ്രിട്ടീഷുകാരുടെ സമയത്തും പോർച്ചുഗീസ്, ഡച്ച് മിഷണറിമാരുടെ സമയത്തുമെല്ലാം ഇവിടെയുള്ളവരെല്ലാം മതം മാറ്റിയും അവർ ക്രിസ്ത്യാനികളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വിദേശികൾ ആരാണ്, ദേശവാസികൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ എല്ലാവരും മിക്സായി കഴിഞ്ഞു. ഒരു 50 വർഷം മുമ്പ് നമുക്ക് തിരിച്ചറിയാമായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻസിനെ എല്ലാം കാണുമ്പോൾ അവരെല്ലാം വെള്ളക്കാരാണ്. ഒരു 40 വർഷം 50 വർഷം മുമ്പെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗ്രൂപ്പുകാരെയും, കൊങ്ങിണിമാരെ നമുക്ക് തിരിച്ചറിയാമായിരുന്നു. അതേപോലെ പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാരെല്ലാം നമുക്ക് തിരിച്ചറിയാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ കലാരൂപങ്ങളെല്ലാം അവസാനിക്കുകയാണ്. ഞാനും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് നന്ദി. മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റായി രേഖപ്പെടുത്തണം. ഈ പ്രോഗ്രാം കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബൈ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.